ഒരു കൂടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും, സമയമായ ചർച്ച നടക്കും. ഇല്ല, അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല. മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ. പക്ഷേ മീറ്റിംഗ് നടക്കും. ഇപ്പോൾ ജിഫ്രി തങ്ങളുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടു, അപ്പോൾ മീറ്റിംഗ് നടക്കും. അതായത് പിന്നെ ഈ മീറ്റിംഗ് ഇടയ്ക്ക് കൂടുന്നതാണ്. തങ്ങളും ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ മുഷാവറ അംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ. അത് വിഷയമല്ല. അത് പിന്നെ ഇന്നത്തെ ഡേറ്റിന് അല്ലെങ്കിൽ വേറെ ഡേറ്റിന് എപ്പോഴായാലും അത് എന്താ വേണ്ടതെന്നുള്ളത് അത് സംസ്ഥ തീരുമാനിച്ചോട്ടെ. മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, അതിൽ ചർച്ചയുണ്ട്. അല്ലല്ല, ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ സമസ്തയുടെ നേതാക്കളും തങ്ങളും ഒക്കെ ആയിട്ട് മുഷാവറ അംഗങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട്. അതിനുശേഷം ഉള്ള കാര്യം അതിനുശേഷം പറയാം. അല്ല, അത് പിന്നെ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല, ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നും അല്ലല്ലോ. അപ്പോഴെല്ലാം അറിയുള്ളൂ. വരാതിരിക്കുന്നവരെ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും മീറ്റിംഗ് കൂടും. മീറ്റിംഗ് ഉണ്ട് മലപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പാണക്കാട് തങ്ങളും ജിഫ്രി തങ്ങളും ഒക്കെ വിളിക്കുന്ന ഒരു യോഗത്തിലേക്ക് അങ്ങനെ ആരെങ്കിലും ബഹിഷ്കരിക്കുന്നത് ശരിയാണ്? അതൊരു നയമല്ല. അങ്ങനെ ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇപ്പം എത്ര ആയാലും മീറ്റിങ്ങിൽ ആരിരിക്കേണ്ട എന്ന് കക്ഷികളല്ല തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനം ഉണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും. അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാറായിട്ട് തന്നെയാണ് കാണാൻ പറ്റും. അല്ല, അത് ഞങ്ങളിപ്പോൾ പറയാൻ പറ്റില്ല. മീറ്റിംഗ് കഴിയട്ടെ. അത് തീർച്ചയായിട്ടും അതല്ല. അതിപ്പോൾ സംസ്ഥാനത്തെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ്. അതില്ലാന്നുണ്ടാകുമ്പോൾ അതൊരു നേതൃത്വമുള്ള ധിക്കാരായിട്ടായിരിക്കും കാണാം. മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ KM ഷാജി വീണ്ടും ആവർത്തിക്കുകയാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ സ്ഥലപ്രശ്നമാണെങ്കിൽ തങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ ആ കാര്യത്തിൽ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങൾ 3 ആഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനകൾക്ക് മീറ്റിംഗ് വിളിച്ചു കൊടുത്തു. കാരണം അതൊരു കൈവിട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മുനമ്പത്ത് അവിടെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം. അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകൾ ചെയ്തത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നയവും. അതിൽ നിന്ന് ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ മുനമ്പത്ത് പോയി. അവിടെ അഭിനന്ദരായ ബിഷപ്പുമാരൊക്കെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. മുസ്ലിം സംഘടനയുടെ അഭിപ്രായം ഇതാണ്. അതിൽ അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘടനയുടെ കർശനമായിട്ടുള്ള നിലപാട്. അതിൽ നിന്നൊരു പുറകോട്ട് പോക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ പാർക്കുന്നവരെ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ആശങ്ക. അപ്പോൾ ഞങ്ങളിത് പറഞ്ഞതോടുകൂടി അവർക്ക് വലിയ ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം ബിഷപ്പ്മാരെല്ലാം നമ്മുടെ ചക്കാലക്കലും മറ്റൊക്കെ അതിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ്. അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. സർക്കാർ ഇത് വൈകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഈ കാര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ലീഗിൻ്റെ നിലപാട് ഉറച്ച നിലപാടാണ്. അതാ മുസ്ലിം സംഘടനയുടെ നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. അതിൻ്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത്. വഖഫ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് സർക്കാരാണ് തടയേണ്ടത്. സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. വഖഫ് അല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ തങ്ങൾ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം വഖഫ് അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല.
ഇത് വഖഫ് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് സമൂഹത്തിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കുകയല്ലേ, കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം, കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് BJPക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ സതീശന് പ്രസ്താവന നടത്തിയിരുന്നില്ല വഖഫ് അല്ല എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നല്ലോ. പറഞ്ഞു കഴിഞ്ഞല്ലോ, ലീഗിന്റെ നിലപാട് പറഞ്ഞു. ലീഗിൽ പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ്. അത് നേതൃത്വം പറയുന്ന തീരുമാനമാണ് ലീഗിന്റെ അഭിപ്രായം. ലീഗിന്റെ അഭിപ്രായം അത് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും, അത്രേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു അയച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല.